റിസർവ് ബാങ്കിന്റെ അനുമതി പോലുമില്ലാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം നടപ്പാക്കിയതെന്ന് വെളിപ്പെടുത്തൽ. നോട്ട് നിരോധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വെറും 2.5 മണിക്കൂർ സമയം മാത്രമാണ് RBIക്ക് ലഭിച്ചതെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. എന്നാൽ ഇതിന് മറുപടി ലഭിക്കുന്നതിന് മുന്നേ തന്നെ മോദി നോട്ട് നിരോധിക്കുക എന്ന തീരുമാനവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഡിസംബർ 16-നാണ് RBI ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. നോട്ട് നിരോധനത്തിന്റെ കരട് രേഖ ധനമന്ത്രാലയമാണ് തയ്യാറാക്കിയത്. 500, 1000 രൂപ നോട്ടുകളുടെ വളർച്ച 2011-16 കാലഘട്ടത്തിൽ 76.38%, 108.98%മായി കുതിച്ചു കയറിയെന്നായിരുന്നു ഇവർ RBI അറിയിച്ചത്. ഇതിലൂടെ സാമ്പത്തിക മേഖലയ്ക്ക് വെറും 30% വളർച്ചയാണ് ഉണ്ടായത്. സാമ്പത്തിക വളർച്ച യഥാർത്ഥ നിരക്കിലാണ് കാണിക്കുന്നത്. എന്നാൽ കറൻസിയുടെ വളർച്ച പണപ്പെരുപ്പവുമായി ഒത്തുനോക്കുമ്പോൾ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ലെന്നായിരുന്നു RBI വാദിച്ചത്. രാജ്യത്തിന്റെ GDPയുടെ 20.7% ഷാഡോ ഇക്കണോമി അഥവാ കള്ളപ്പണം ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലുകളെയും RBI തള്ളിയിരുന്നു. 2007-ൽ ഇത് 23.2%മായി ഉയർന്നുവെന്നും റവന്യൂ വകുപ്പ് പറഞ്ഞിരുന്നു. കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ സ്വർണത്തിലോ നിക്ഷേപിച്ചിരിക്കുകയാണെന്നും RBI പറഞ്ഞിരുന്നു. അതുകൊണ്ട് നോട്ട് നിരോധനം യാതൊരു ഗുണവും ചെയ്യില്ലെന്ന് RBI കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു.